വഴറ്റി സമയം കളയാണ്ട് മുട്ട പുഴുങ്ങിയിട്ടും സമയം കളയാണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുക അടിപൊളി എഗ്ഗ് മസാലയാണ് കേട്ടോ. അപ്പോൾ ഉള്ളി വഴറ്റാൻ നമുക്ക് 1 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. എളുപ്പത്തിൽ വഴന്ന് കിട്ടാൻ നമ്മളിതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി എഗ്ഗ് മസാലയാണ്. നമ്മൾ പുഴുങ്ങിയെടുത്ത എഗ്ഗ് മസാലയേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 4 സവാളയും 1 തക്കാളി 2 പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 1 തണ്ട് കറിവേപ്പിലയും 1 നുള്ള് ബേക്കിംഗ് സോഡയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആ സോഡയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുമ്പോൾ 1 നുള്ളിട്ട് കൊടുത്താൽ മതി. ഇളക്കിയെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളി ഇതാ എളുപ്പത്തിൽ വഴന്ന് കിട്ടും കേട്ടോ. 1 മിനിറ്റ് സമയം പോലും നമ്മൾ ഇളക്കിയെടുക്കണ്ട. കണ്ടല്ലോ, ഇത് ഇളക്കിയെടുക്കും തോറും നമ്മൾ ഉള്ളി ഇതാ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ എൻ്റെ വീഡിയോ കട്ടായിപ്പോയി കേട്ടോ. അപ്പോൾ ഞാനിതാ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1 നുള്ള് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നുകൂടി വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ വഴന്ന് എന്നത് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോ മുട്ട ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിതാ 5 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഓരോരോ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നമ്മുടെ മുട്ടയ്ക്ക് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ഇട്ടിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്കിത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും.